ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹരിയുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. അവൻ ഫോൺ എടുത്തു. മെസ്സേജ് തുറന്നു നോക്കി. ഐ സ്റ്റാർട്ടഡ് മൈ വർക്ക്. അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. നാരായണേട്ടാ, കുറച്ചു വെള്ളം കൂടി, ഹരി വിളിച്ചു പറഞ്ഞു. വെള്ളമല്ലേ ഈ ഇരിക്കുന്നത്? രാജേഷ് വെള്ളമിരുന്ന ജഗ് ഹരിയുടെ അടുത്തേക്ക് നീക്കിവെച്ചു. അപ്പോഴേക്കും നാരായണൻ വെള്ളവുമായി വന്നു. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു നാരായണേട്ടാ, ഞാൻ കണ്ടില്ല. അയാൾ തിരിച്ചു പോകാനായി തിരിഞ്ഞു. നാരായണേട്ടാ, ഒന്ന് നിന്നേ. എന്താ കുഞ്ഞേ? നമ്മുടെ ജോൺ സാറും അലീനയും ഇനി എന്നാ വരുന്നതെന്നറിയാമോ? ഇല്ല കുഞ്ഞേ, ജോൺ സാർ ഇടയ്ക്ക് വന്ന് പോകാറാണ് പതിവ്. എപ്പോൾ എന്നൊന്നുമില്ല. എന്താ കുഞ്ഞേ? അവരില്ലാത്തപ്പോൾ ഈ ബംഗ്ലാവിൽ വേറെ ആരെങ്കിലും വരാറുണ്ടോ? ഇവിടെ വേറെ അങ്ങനെ ആരും വരാറില്ല. പിന്നെ മാത്യു സർ ഇടയ്ക്ക് വരാറുണ്ട്. സർ ഒറ്റയ്ക്കാണോ വരാറുള്ളത്? ഏയ് അല്ല, സാറിന്റെ ഏതെങ്കിലും കൂട്ടുകാരൊക്കെ കാണും. 2 ദിവസം താമസിക്കും, പോകും. എന്താ കുഞ്ഞേ? ഏയ് ഒന്നുമില്ല ചേട്ടാ. പോകും മുൻപ് ജോൺ സാറിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ കണ്ടെത്തിയോ കുഞ്ഞേ? കണ്ടെത്തിയ പോലാണ്. അതും പറഞ്ഞ് ഹരി എഴുന്നേറ്റു. അടുത്ത മെസ്സേജ് അപ്പോൾ ഹരിയുടെ ഫോണിലേക്ക് വന്നു. അവൻ അതും തുറന്നു നോക്കി. ദ പ്രോബ്ലം ഇസ് സീരിയസ്. ഹരിയുടെ കണ്ണുകളൊന്ന് കുറുകി. അവൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു. വീണ്ടും ഒരു മെസ്സേജ് കൂടി വന്നു, കുറച്ച് ഫോട്ടോസ്. അവൻ അത് തുറന്നു. ഹരിയുടെ കണ്ണുകളിലൊരു നടുക്കമുണ്ടായി. താഴെയുണ്ടായിരുന്ന മെസ്സേജ് അവൻ വായിച്ചു. വിചാരിച്ച പോലല്ല ഹരി കാര്യങ്ങൾ. പെട്ടെന്ന് ഹരിയുടെ തോളിലൊരു കൈ പതിഞ്ഞു. അവൻ ഞെട്ടിത്തിരിഞ്ഞു. രാജേഷ്, എന്തു പറ്റിയടാ? മുഖമുഖേ വല്ലാതിരിക്കുന്നു. ഏയ് ഒന്നുമില്ല. അവൻ ചിരിച്ചുകൊണ്ട് റൂമിന് നേർക്ക് നടന്നു. അവന്റെ പോക്കു നോക്കി രാജേഷ് നിന്നു. ഹരി ഫോണെടുത്ത് തിരിച്ചു മെസ്സേജ് അയച്ചു. കോൾ ബാക്ക്. അടുത്ത നിമിഷം ഹരിയുടെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. അവൻ കോൾ എടുത്തു. അച്ചായ, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേൾക്കുക. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണെന്ന് ഞാൻ വിശദീകരിക്കണ്ടല്ലോ. മുകളിലത്തെ 3 റൂമും ഞാൻ അരിച്ചുപെറുക്കി. ഒന്നും കിട്ടിയില്ല. തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു സീക്രട്ട് ഡോർ പോലെ തോന്നിയത്. പൊളിച്ചു നോക്കി. അതിനുള്ളിലാണ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടായിരുന്നത് ഹരി. അതുപോലെ ചെകുത്താന്മാരുടെ ഒരു ഗ്രൂപ്പിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അതിലെ അംഗമാണ് അലീന. ഇതിൽ മറ്റൊരാളുടെ പേര് കൂടിയുണ്ട് ഹരി. നിന്റെ കേസിന്റെ എയിം ആദിത്യൻ. പറഞ്ഞു തീരും മുൻപേ ജേസന്റെ നിലവിളി കേട്ടതുപോലെ ഹരിക്ക് തോന്നി. അച്ചായ, ഹലോ അച്ചായ. കോൾ കട്ടായി. ഹരി തിരിച്ചു ഡയൽ ചെയ്തു. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. ഹരി പരിഭ്രമത്തോടുകൂടി വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് രാജേഷ് റൂമിലേക്ക് കയറി വന്നു. ഹരി, മാത്യു സർ ഇപ്പോൾ വിളിച്ചിരുന്നു. അത്യാവശ്യമായി അവിടെ വരെ ചെല്ലാൻ. എന്ത് ചെയ്യണമെന്നറിയാതെ ഹരി നിന്നു. ജേസണിന് എന്തു പറ്റിയെന്നറിയാതെ വയ്യ. രാജേഷിനോട് പറയാനും വയ്യ. ഹരി ആകെ ടെൻഷനിലായി. പെട്ടെന്ന് റെഡിയായി വാ, കേസിന്റെ എന്തോ ഡീറ്റെയിൽസ് പറയാനാണെന്നാണ് പറഞ്ഞത്. ഞാൻ കാറിറക്കാം. രാജേഷ് ചാവിയും എടുത്ത് പുറത്തേക്കിറങ്ങി. ഫോണിൽ വീണ്ടും വീണ്ടും ജേസണിനെ വിളിച്ചു നോക്കിക്കൊണ്ട് ഹരി പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും രാജേഷ് കാർ കൊണ്ടു നിർത്തിയിരുന്നു. ഹരി ബംഗ്ലാവിന്റെ മുകളിലത്തെ നിലയിലേക്ക് നോക്കി. അച്ചായനെ നോക്കി പോകണോ അതോ രാജേഷിന്റെ കൂടെ പോകണോ? അവരോട് പറയാതെ ഇങ്ങനൊരു നീക്കം നടത്താൻ പാടില്ലായിരുന്നു. അച്ചായന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? ഹരി കേറൂ. രാജേഷിന്റെ ശബ്ദം അവനെ ചിന്തയിൽ നിന്നുണർത്തി. അവൻ കാറിലേക്ക് കയറി. നീ ആരെയാ കുറെ നേരമായിട്ട് വിളിക്കുന്നത്? രാജേഷിന്റെ ചോദ്യം കേട്ട് ഹരി തിരിഞ്ഞ് അവനെ നോക്കി. അത് പിന്നെ അച്ചായനെ ഒന്ന് വിളിച്ചു നോക്കിയതാ, എടുക്കുന്നില്ല. രാജേഷ് കനപ്പിച്ചൊന്ന് മൂളി. പെട്ടെന്നാണ് ഹരി തന്റെ കൈയിലേക്ക് നോക്കിയത്. രുദ്രാക്ഷം തീകോളം പോലെ ആയിരിക്കുന്നു. ഹരിയുടെ കണ്ണുകൾ ചുറ്റും പരതി. എന്തോ ഒരു ഭയം പോലെ തോന്നിയവന്. രാജേഷ്, ആ ആത്മാവ് നമ്മോടൊപ്പമുള്ള പോലെ തോന്നുന്നു. അവനൊന്നും മൂളിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. ഹരിയുടെ മനസ്സ് കലങ്ങി മറിയാൻ തുടങ്ങി. ഒരു സൈഡിൽ അച്ചായന് എന്തു പറ്റിയെന്നറിയില്ല, മറുസൈഡിൽ ആ ആത്മാവിന്റെ സാന്നിധ്യവും. പെട്ടെന്ന് ഹരിയുടെ ഫോൺ റിംഗ് ചെയ്തു. അച്ചായൻ. അവൻ ആവേശത്തോടെ ഫോൺ എടുത്തു. എത്ര നേരമായി അച്ചായ? എന്തു പറ്റി? എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആയേ? അച്ചായന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നാളെ നമുക്ക് കാണാം. അതൊക്കെ എടുത്തുകൊണ്ട് കേറിയ വഴി തന്നെ ഇറങ്ങിക്കോ. അച്ചായ, ഹലോ അച്ചായ, കേൾക്കുന്നില്ലേ? ഹരി നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഹരി സ്റ്റോപ്പ്, നിങ്ങളെല്ലാവരും അപകടത്തിലാണ്. ഹരി. രാജേഷ്, അവൻ രാജേഷ് അല്ല, അവനൊരു ആത്മാവാണ്. നീ എത്രയും വേഗം അവനെയും കൊണ്ട് ഡേവിഡ്സൺ അച്ഛന്റെ. ബീപ് ബീപ് ബീപ്. കോൾ കട്ടായി. ഹരി കേട്ടതെന്തെന്നറിയാതെ സ്തബ്ധനായിരുന്നു. വീണ്ടും ഫോണിൽ അവൻ ജേസനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ കിട്ടിയില്ല. ഹരി പതിയെ തിരിഞ്ഞ് രാജേഷിനെ നോക്കി. അവന്റെ കണ്ണുകളിൽ
പതിവില്ലാത്തൊരു തിളക്കം പോലെ തോന്നി ഹരിക്ക്. അച്ചായൻ എന്താ അങ്ങനെ പറഞ്ഞത്? അവൻ ചിന്തിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. ഇതെങ്ങോട്ടാ പോകുന്നത്? വിജനമായ വഴിയാണല്ലോ. അവൻ ഒന്നുകൂടെ നോക്കി. ഇതെങ്ങോട്ടാ രാജേഷ്? അതോ വഴി തെറ്റിയോ? രാജേഷ് ഒന്നും മിണ്ടിയില്ല. ഡാ, നീ എവിടേക്കാ പോകുന്നത്? മാത്യു സാറിന്റെ വീട്ടിലേക്കുള്ള വഴി ഇതല്ലല്ലോ. രാജേഷ്, വണ്ടി നിർത്തൂ. വണ്ടി നിർത്താൻ. പെട്ടെന്ന് ഹരിയുടെ തലയ്ക്ക് പിന്നിലായി ഒരടി വീണു. ബോധം മറിഞ്ഞ ഹരി സീറ്റിലേക്ക് ചാരി. രാജേഷിന്റെ മുഖത്ത് ക്രൂരമായൊരു ചിരി വിരിഞ്ഞു. ഹരി പതിയെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. തലയ്ക്ക് വല്ലാത്തൊരു ഭാരം പോലെ. രക്തത്തിന്റെ മനം മടുപ്പിക്കുന്ന ഗന്ധം. അവന് ഓക്കാനിക്കണമെന്ന് തോന്നി. തന്റെ അരികിൽ ആരോ കിടക്കുന്നതുപോലെ അവന് തോന്നി. അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. എങ്ങും ഇരുട്ടുമാത്രം. താനിതെവിടെയാണ്? അവനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഓരോന്നായി അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ജേസണിനെ വിളിച്ചതും രാജേഷിനൊപ്പം മാത്യു സാറിനെ കാണാനിറങ്ങിയതും അങ്ങനെ അങ്ങനെ ഓരോന്നായി അവന്റെ ഓർമ്മകളിലേക്ക് കടന്നുവരാൻ തുടങ്ങി. തലയ്ക്കു പിന്നിൽ വല്ലാത്ത വേദന. തന്റെ അരികിൽ ആരാ കിടക്കുന്നതെന്നവൻ കൈകൊണ്ട് തപ്പി നോക്കി. നീണ്ട മുടിയിഴകളായിരുന്നു അവന്റെ കയ്യിൽ തടഞ്ഞത്. അവൻ കൈ പിൻവലിച്ചു. കഴുത്തിനു പിന്നിൽ വല്ലാത്ത വേദന പോലെ തോന്നിയവന്. ഇരുട്ടിൽ ഒന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ കൈകുത്തി എണീക്കാൻ ശ്രമിച്ചു. പിന്നിലേക്ക് കൈകുത്തിയപ്പോൾ മറ്റൊരു ശരീരത്തിലാണ് കൈവച്ചത്. ഹരി കൈ പിൻവലിച്ചു. അവന്റെ മനസ്സിലൊരു ഭയം കൂടുകൂട്ടാൻ തുടങ്ങി. ധൈര്യം സംഭരിച്ചവൻ എങ്ങനെയോ എഴുന്നേറ്റു. രക്തത്തിന്റെ ഗന്ധം അവനെ വല്ലാതെ മടുപ്പിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം കടന്നുവന്നു. ഹരി കണ്ണുകൾ പൊത്തി തറയിലേക്കിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ആ പ്രകാശം നേർത്തു വന്നു. അവൻ പതിയെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. മുന്നിലെ കാഴ്ച കണ്ട് അവൻ ഞെട്ടിത്തരിച്ചു. തനിക്കു ചുറ്റും നിരനിരയായി കിടക്കുന്ന മനുഷ്യർ. 18 വയസ്സിനും 20 വയസ്സിനും അകത്തുള്ള 10-12ഓളം ആളുകൾ. മങ്ങിയ വെളിച്ചത്തിൽ നിലത്ത് അവർ കിടക്കുന്നത് ഹരി കണ്ടു. ആ കൂട്ടത്തിൽ പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട്. പെട്ടെന്ന് പിന്നിലാരോ നിൽക്കുന്നതുപോലെ ഹരിക്ക് തോന്നി. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വായുവിലൂടെ ഒഴുകി നടക്കുന്നൊരു രൂപം. തല മുതൽ അടിവരെ കറുത്ത തുണിയിൽ മൂടിയിരിക്കുന്നു. വായുവിലാണ് നിൽക്കുന്നത്. ഹരിക്ക് തൊണ്ട വരണ്ടുണങ്ങിയ പോലെ തോന്നി. ആരാണു നീ? പെട്ടെന്ന് ഒരു പുരുഷസ്വരം അവിടെ മുഴങ്ങിക്കേട്ടു. നീ തേടി നടക്കുന്നവനാണ് ഞാൻ. ആ രൂപം വായുവിലൂടെ ഒഴുകി ഹരിയുടെ അരികിലേക്ക് വന്നു. ഹരി ഒന്ന് ഭയന്ന് പിന്നോട്ട് നീങ്ങി. ഞാൻ ആദിത്യൻ. നീ തേടി നടക്കുന്ന ആദിത്യൻ. ഹരി ഞെട്ടി പിന്നോട്ടാഞ്ഞു. അവന്റെ ചിരി ആ മുറിയാകെ മുഴങ്ങിക്കേട്ടു. നീ എന്റെ ടാർഗറ്റല്ല, പക്ഷെ നീ എന്റെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഒരു നിഴലായി നിന്നോടൊപ്പം ഞാനുണ്ടായിരുന്നു. ആദിത്യൻ, നിന്നെ കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ലേ? നിന്റെ മാതാപിതാക്കളുടെ നീണ്ട പ്രയത്നത്തിന്റെ ഫലമായാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന്റെ പക്കലെത്തിയത്. ബട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ ആ രൂപം ഹരിയുടെ നേർക്കു വന്നു. എടുത്തെറിഞ്ഞ പോലെ ഹരി പുറത്തേക്ക് തെറിച്ചു വീണു. എന്തിലോ തട്ടി അവൻ താഴേക്ക് വീണു. ഹരിയുടെ ബോധം മറഞ്ഞു. തണുപ്പ് ശരീരത്തിലൂടെ അരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഹരി കണ്ണു തുറന്നു. അരണ്ട വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും കാണാനാവുന്നില്ല. തലയ്ക്ക് പിന്നിൽ വല്ലാത്ത വേദന. ഹരിയൊന്ന് പിടഞ്ഞു. പതിയെ കൈകുത്തി എഴുന്നേറ്റു. ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ആ വെളിച്ചത്തിലെ കാഴ്ച കണ്ട് ഹരി ശരിക്കും ഞെട്ടിത്തരിച്ചു. അവൻ വേച്ച് പിന്നിലേക്ക് ചാരി. വലിയ ഗ്ലാസ് പേടകങ്ങളിൽ മനുഷ്യ ശരീരങ്ങൾ. ചിലതിൽ മനുഷ്യന്റെ അവയവങ്ങൾ മാത്രം. ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന പോലുള്ള ആ കാഴ്ച കണ്ട് ഹരിക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. അടുക്കിയടുക്കി നീളത്തിൽ വെച്ചിരിക്കുകയാണ്. ജയിൽ പോലുള്ളൊരു മുറിയിലാണ് താനെന്ന് ഹരിക്ക് മനസ്സിലായി. തന്റെ പിന്നിലൊരു ഞരക്കം കേട്ടവൻ തിരിഞ്ഞു നോക്കി. അച്ചായ, നിങ്ങളെങ്ങനെ? ജേസണിന് മിണ്ടാനാകുന്നുണ്ടായിരുന്നില്ല. ഹരി അവനരികിലേക്കിരുന്നു. ജേസണിനെ കുലുക്കി വിളിച്ചു. അച്ചായ. ആ. ജേസൺ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. ഹരി പതിയെ ജേസണിനെ പിടിച്ചിരുത്തി. അച്ചായനെങ്ങനെ ഇവിടെ എത്തി? ജേസൺ ഭിത്തിയിലേക്ക് ചാരിയിരുന്നു. ഹരി, നീ പറഞ്ഞ പോലെ ഞാൻ മുകളിലത്തെ മുറികൾ പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ രഹസ്യ കബോർഡ് കണ്ടതും അതിലെ ഡീറ്റെയിൽസ് നിനക്ക് മെസ്സേജ് ചെയ്തതും. നിന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് നിന്നതും പിന്നിൽ നിന്നാരോ അടിച്ചു. നിലത്തേക്ക് തെറിച്ചു വീണ ഞാൻ പിന്നിൽ നിൽക്കുന്ന രൂപം കണ്ടു. നേരിയ ബോധത്തിലും ഞാൻ കണ്ടു അവനെ, രാജേഷിനെ. പക്ഷേ അത് രാജേഷ് അല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. രാജേഷിന്റെ ശരീരവും
മറ്റൊരാത്മാവും. പിന്നെ പിന്നെ അച്ചായൻ എങ്ങനെ എന്നെ വിളിച്ചത്? ഫോൺ കയ്യിൽ നിന്നും തെറിച്ചു പോയില്ലായിരുന്നു. എന്നെ അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു. അവൻ മാറിയയുടൻ ഞാൻ ഫോൺ എടുത്തു നിന്നെ വിളിച്ചു. പക്ഷെ അപ്പോഴേക്കും വീണ്ടും ശക്തമായൊരടിയേറ്റ് ഞാൻ വീണുപോയി. അച്ചായൻ വിളിച്ച സമയത്ത് രാജേഷ് എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെങ്ങനെ അച്ചായനൊപ്പം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ എവിടെയാണ്? ഒന്നും അറിയാൻ വയ്യ. ആദിത്യൻ, അവൻ ജീവനോടെ ഇരിക്കുകയാണോ? അതോ അവനൊരു ആത്മാവാണോ? ഹരി നെറ്റിയിൽ അമർത്തി തടവി. ജേസൺ പതിയെ എഴുന്നേറ്റ് അവനരികിലേക്ക് വന്നു. ഹരി, നീ കരുതും പോലെ നമ്മൾ ദൂരെയെങ്ങുമല്ല. ഹരി ചോദ്യഭാവത്തിൽ ജേസണിനെ നോക്കി. നിങ്ങൾ താമസിക്കുന്ന ബംഗ്ലാവിന്റെ അടിയിലാണ് നമ്മളിപ്പോൾ. ഹരി മനസ്സിലാകാത്ത ഭാവത്തിൽ ജേസണിനെ നോക്കി. ആ ഹരി, മുകളിൽ ലിഫ്റ്റ് പോലെ എന്തോ ഒന്നുണ്ട്. എന്നെ വലിച്ചിഴച്ച് ഒരിടത്തെത്തിയപ്പോഴേക്കും ആ ഭാഗം മൊത്തത്തിൽ താഴേക്ക് പോവുകയാണ് ചെയ്തത്. താഴെ എത്തിയ ശേഷം ട്രോളി പോലെ എന്തിലോ കയറ്റി. പിന്നെ ഒരു 10 മിനിറ്റോളം യാത്രയായിരുന്നു. പകുതി ബോധത്തിലും ചുറ്റുമുള്ളതൊക്കെ ഒരു മായയിൽ എന്ന പോലെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. രക്തത്തിന്റെയും മരുന്നിന്റെയും രൂക്ഷഗന്ധം സഹിക്കാവുന്നതിലും അധികമായിരുന്നു. ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള ലാബുകളായിരുന്നു ഇരുവശവും. ചില്ലുഗ്ലാസ് ഇട്ട കൂടുകൾ പോലുള്ളതിൽ ജീവനുള്ള മനുഷ്യരെ ഞാൻ കണ്ടു ഹരി. അവരൊക്കെയും ജീവനുള്ള ജഡങ്ങളെ പോലെയാണ് തോന്നിയതെനിക്ക്. ഹരി, ഇതൊരു ആദിത്യന്റെ മിസ്സിംഗ് അല്ല. പുറം ലോകം അറിയാത്ത വമ്പന്മാർ ഉൾപ്പെട്ട ഒരു ലാർജ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഗ്രൂപ്പ്. അതാണിത്. ഹരിയുടെ മനസ്സിലേക്ക് ഇൻസ്പെക്ടർ മനുവിന്റെ വാക്കുകൾ കടന്നുവന്നു. ജീവനുള്ള മനുഷ്യരിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തുവാൻ വേണ്ടി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു റാക്കറ്റ്. ഹരിക്ക് തല പെരുക്കുന്നതുപോലെ തോന്നി. രക്ഷപ്പെടാനുള്ളൊരു പഴുതു തേടി അവന്റെ കണ്ണുകളും മനസ്സും പാഞ്ഞു. രാഹുലിനെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു മുജീബ്. അവന്റെ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ മുജീബിനെയും അസ്വസ്ഥനാക്കി. രാഹുൽ ഫോണിൽ ആരെയോ വിളിക്കുകയാണ്. കിട്ടാത്തതിന്റെ നിരാശ അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു. എന്താടാ, കിട്ടുന്നില്ലേ? രാജേഷിന് ഒന്ന് വിളിച്ചു നോക്കൂ. രണ്ടാളെയും മാറി മാറി വിളിക്കുകയാണ്, എന്നാൽ കിട്ടുന്നില്ല. രാഹുൽ ദേഷ്യത്തോടെ പറഞ്ഞു. ഔട്ട് ഓഫ് കവറേജ് എന്നാണ് പറയുന്നത്. മുജീബ്, എനിക്കെന്തോ വല്ലാതെ ടെൻഷനാകുന്നു. എന്തോ സംഭവിച്ചതുപോലെ. മാത്യു സാറിനോട് നീ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു, പക്ഷെ സാർ വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ സാർ അത്യാവശ്യമായി വിളിച്ചു എന്ന് പറഞ്ഞല്ലേ അവർ പോയത്? എന്തായാലും നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. രാഹുൽ വണ്ടിയുടെ താക്കോലും എടുത്ത് മുന്നിൽ നടന്നു. പിന്നാലെ മുജീബും. കാർ മുന്നോട്ട് പോയിട്ടും രാഹുൽ ഒന്നും മിണ്ടിയില്ല. അവന്റെ മുഖത്ത് വല്ലാത്ത ടെൻഷൻ കാണാനുണ്ടായിരുന്നു. മുജീബും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്നാണ് മുജീബ് കാറിന്റെ സൈഡ് ഗ്ലാസിലൂടെ ആ കാഴ്ച കണ്ടത്. വവ്വാല് പോലെ കറുത്തൊരു വലിയ രൂപം കാറിനു പിന്നാലെ വരുന്നു. മുജീബ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും അവൻ കണ്ണാടിയിലേക്ക് നോക്കി. ആ കറുത്ത രൂപം പിന്നാലെ വരുന്നുണ്ട്. അവൻ രാഹുലിനെ വിളിച്ചു. രാഹുൽ, നമുക്ക് പിന്നാലെ എന്തോ ഒന്നുണ്ട്. ഒരു കറുത്ത രൂപം നമ്മുടെ കാറിന് പിന്നാലെ വരുന്നു. മുജീബ് പരിഭ്രമത്തോടുകൂടി പറഞ്ഞു. രാഹുൽ സൈഡ് ഗ്ലാസിലൂടെ പിന്നിലേക്ക് നോക്കി. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. നിനക്കും തുടങ്ങിയോ രൂപം കാണൽ? ഇത്രയും ദിവസം രാജേഷിനും ഹരിക്കുമായിരുന്നു. രാഹുൽ ഒരു പരിഹാസത്തോടെ പറഞ്ഞു നിർത്തി. മുജീബ് ഗ്ലാസിലൂടെ പിന്നിലേക്ക് നോക്കി. അവിടെ അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ കാറിന്റെ പിന്നിലെ സീറ്റിൽ ആ രൂപമുണ്ടായിരുന്നത് രണ്ടാളും കണ്ടില്ല. കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. പോർച്ചിൽ വണ്ടി കയറ്റി നിർത്തി. രാഹുൽ ഇറങ്ങി. ഡോർ തുറന്നകത്ത് കയറിയിട്ടും രണ്ടാളും ഒന്നും മിണ്ടിയില്ല. റൂമിലേക്ക് കയറിയ രാഹുൽ ബെഡിലേക്ക് കിടന്നു. മുജീബ് അടുത്തായി ഇരുന്നു. പെട്ടെന്ന് ശക്തമായൊരു ശബ്ദത്തോടെ റൂമിന്റെ ഡോർ പോയടഞ്ഞു. രാഹുലും മുജീബും ഞെട്ടിപ്പോയി. റൂമിൽ ലൈറ്റ് മിന്നി കത്താൻ തുടങ്ങി. പുറത്തെ ശക്തമായ കാറ്റിൽ ജനാല വന്നടഞ്ഞു. ജനാല ചില്ല് പൊട്ടിച്ചിതറി തെറിച്ചു. രാഹുലും മുജീബും ബെഡിൽ നിന്ന് എഴുന്നേറ്റു. പെട്ടെന്നാണ് അവരാ കാഴ്ച കണ്ടത്. തങ്ങൾക്ക് മുന്നിലായി തീകോളം പോലെ തിളങ്ങുന്ന കണ്ണുകളുമായി ഒരു ഇരുണ്ട രൂപം. ഭയം കൊണ്ട് രാഹുലും മുജീബും പിന്നിലേക്ക് വേച്ചുപോയി. എടുത്തറിഞ്ഞ പോലെ രാഹുൽ പിന്നിലേക്ക് തെറിച്ചു. പിന്നിലെ കബോർഡിലിടിച്ച് രാഹുൽ താഴേക്ക് ഊർന്നു വീണു. കബോർഡിന്റെ മുകളിലിടുന്ന ബാഗ് രാഹുലിന്റെ മുകളിലേക്ക് വീണു. അതിനുള്ളിൽ നിന്നും ജേസൺ ഹരിക്ക് നൽകിയിരുന്ന ഡിവൈസും സ്പീക്കറും തെറിച്ചു വീണു. മുജീബ് എഴുന്നേറ്റ് രാഹുലിനരികിലേക്ക് ഓടിച്ചെന്നു. രാഹുലേ, നീ അതൊന്ന് എടുക്കൂ. ചിലപ്പോൾ ഇത് നമ്മളോട് എന്തെങ്കിലും അറിയിക്കുന്നതാണെങ്കിലോ? എനിക്കങ്ങനെ തോന്നുന്നു. നീ പെട്ടെന്ന് എടുക്കത്. രാഹുൽ തറയിലൂടെ നീങ്ങി അതിനടുത്തെത്തി.
താഴെ വീണ് അതിന്റെ സ്പീക്കർ ഓണായിരുന്നു. രാഹുൽ അതെടുത്ത് ആ രൂപത്തിന് നേരെ പിടിച്ചു. കാതടപ്പിക്കുന്നൊരലർച്ച ആ രൂപത്തിൽ നിന്നുണ്ടായി. എന്തൊക്കെയോ ശബ്ദങ്ങൾ ആ രൂപത്തിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. രണ്ടാളുടെയും മുഖം ഭയത്താൽ വിളറിയിരുന്നു. ഒരു നിമിഷം ആ രൂപം അവർക്കു നേരെ പാഞ്ഞു വന്നു. മുജീബും രാഹുലും ഭയത്തോടെ കണ്ണുകൾ മുറുകെ അടച്ചു. പെട്ടെന്ന് ചില്ല് തകരുന്നത് പോലൊരു ശബ്ദം കേട്ട് രണ്ടാളും ഞെട്ടി കണ്ണു തുറന്നു. റൂമിലെ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. എല്ലാം സാധാരണ പോലെ ആയിരിക്കുന്നു. ആ രൂപം അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. രാഹുലും മുജീബും ദീർഘമായൊന്നു നിശ്വസിച്ചു. രാഹുൽ പതിയെ മുജീബിന്റെ തോളിൽ കൈവച്ചു. അയ്യോ! ഒരലർച്ചയോടെ മുജീബ് പിന്നിലേക്ക് ചാടി. രാഹുലും ഒന്ന് ഭയന്നു. എന്താടാ കോപ്പേ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? മുജീബ് രാഹുലിനോട് ദേഷ്യപ്പെട്ടു. അത് ഞാൻ വെറുതെ. മുജീബ് ബെഡിലേക്കിരുന്നു. എന്താടാ ഇവിടിപ്പോൾ സംഭവിച്ചത്? അപ്പോൾ ഹരി പറയാറുണ്ടായിരുന്നതൊന്നും വെറുതെ ആയിരുന്നില്ലല്ലേ? അപ്പോൾ ഹരി പറയാറുണ്ടായിരുന്നതൊന്നും വെറുതെ ആയിരുന്നില്ലല്ലേ? രാഹുലിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുജീബ് ചോദിച്ചു. എനിക്കും ഇതൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. പക്ഷെ കൺമുൻപിൽ നടന്നത് വിശ്വസിക്കാതിരിക്കാൻ വയ്യല്ലോ. ഡാ രാഹുലെ, നീ ആ ഡിവൈസ് ഹരിയുടെ ലാപ്പിലൊന്ന് കണക്ട് ചെയ്തേ. അത് ചിലപ്പോൾ എന്തെങ്കിലും അറിയിക്കാനാണ് വന്നതെങ്കിലോ? ഇതിൽ അതിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നല്ലേ പറഞ്ഞത്? രാഹുൽ എഴുന്നേറ്റ് ഹരിയുടെ ലാപ്ടോപ്പ് എടുത്ത് ഡിവൈസ് അതിൽ കണക്ട് ചെയ്തു. ആകാംക്ഷയോടെ രണ്ടാളും ലാപ്പിലേക്ക് കണ്ണും നട്ടു. രാഹുൽ ലാപ്ടോപ്പിലെ ഫയൽ തുറന്നു. എന്തൊക്കെയോ ശബ്ദങ്ങൾ മാത്രം കേൾക്കാൻ കഴിഞ്ഞു. രാഹുൽ, നീ കുറച്ചുകൂടി ശബ്ദം വെക്കൂ. രാഹുൽ സ്പീക്കറിന്റെ വോളിയം കൂട്ടി. ഹരി, ഹരി! രാഹുലും മുജീബും മുഖത്തോട് മുഖം നോക്കി. വീണ്ടും ശ്രദ്ധ ലാപ്ടോപ്പിലേക്ക് തിരിച്ചു. ഹരി അപകടത്തിലാണ്. ആദിത്യന്റെ അരികിലാണ് ഹരി ഇപ്പോൾ. ഹരിയെ രക്ഷിക്കൂ. ഈ ബംഗ്ലാവിന്റെ. കുറെ നേരം ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. രാഹുലെ, ഒന്നൂടെ നോക്കടാ. ഈ ബംഗ്ലാവിന്റെ എവിടെയോ അവനുണ്ടെന്നാണെന്ന് തോന്നുന്നു. രാഹുൽ വീണ്ടും അത് പ്ലേ ചെയ്തു. വീണ്ടും ആ ഭാഗത്തെത്തുമ്പോൾ ശബ്ദം നിലയ്ക്കുന്നുണ്ടായിരുന്നു. രാഹുൽ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അവൻ വിജയിച്ചു. വളരെ നേരിയ ശബ്ദത്തിൽ അതവൻ കേട്ടു. ഈ ബംഗ്ലാവിന്റെ അടിയിൽ ഹരിയുണ്ട്. ഇതിനടിയിൽ ഹരിയുണ്ട്. രക്ഷിക്കൂ, രക്ഷിക്കൂ! രാഹുൽ മുജീബിന്റെ മുഖത്തേക്ക് നോക്കി. ഹരി ഇതിനടിയിലോ? എങ്ങനെ? അവൻ അമ്പരന്ന് നിൽക്കുകയായിരുന്നു. മുജീബ് എന്തോ ഓർക്കുന്നത് പോലെ നിന്നു. അതെ, അതുതന്നെ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ബംഗ്ലാവിന്റെ പല ഭാഗത്തു നിന്നും മെഡിസിന്റെ സ്മെല്ലുണ്ടായിരുന്നെന്ന്. ഒരു പക്ഷെ ഇതിനടിയിൽ ഒരു നിലവറയുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെ കണ്ടെത്തും അതെവിടെയാണെന്ന്? കണ്ടെത്തണം. കണ്ടെത്തിയേ മതിയാകൂ. ഹരിയും രാജേഷും അപകടത്തിലാണ്. എന്താ നമ്മളിപ്പോൾ ചെയ്യുന്നത്? നീ അത് പറയൂ. പറയാം മുജീബേ. അതിനു മുൻപ് നീ ഒരു കാര്യം ചെയ്യണം. നമ്മൾ ഒറ്റയ്ക്കിറങ്ങുന്നത് അപകടമാണ്. ആരാണ് ശത്രു എന്ന് നമുക്കറിയില്ല. സോ നമുക്ക് നല്ലൊരു ഫോഴ്സിനെ വേണം. മാത്യു സാറിനെ അറിയിച്ചാലോ രാഹുൽ? നമുക്ക് വേണ്ട. പിന്നെ പിന്നെ എങ്ങനെ? അതൊക്കെയുണ്ട്. നീ ഞാൻ പറയും പോലെ ചെയ്താൽ മതി. നീ പറയ് രാഹുൽ. രാഹുൽ എന്തോ പറയാനായിട്ട് വന്നപ്പോഴാണ് റൂമിന് പുറത്തുനിന്നും എന്തോ ശബ്ദം കേട്ടത്. മുജീബും രാഹുലും റൂമിന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ ഒരാൾ പുറം തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആരാണെന്ന് ചോദ്യം കേട്ട് ആ ആൾ അവർക്കു നേരെ തിരിഞ്ഞു. ആ മുഖം കണ്ട് രാഹുലും മുജീബും ഞെട്ടിത്തരിച്ചു.